പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ആമേൻ. ഇത് എൻ്റെ ബൈബിള് കുറേ പഴയതാണ്. ഞാൻ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒത്തിരി പഴയതാണ്. അപ്പം ഇതിൻ്റെ അക്ഷരങ്ങളൊക്കെ ഒരുപാട് വായിച്ച് ഒരുപാട് അക്ഷരങ്ങളൊക്കെ പഴകിയിട്ടുണ്ട്. എന്നിട്ടും കർത്താവിൻ്റെ കൃപയാൽ ഞാൻ വായിക്കുന്നുണ്ട്. പുതിയ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ അത് എടുക്കുന്നില്ല. ഇത് തന്നെ കൊണ്ടടക്കാണ്. അതുകൊണ്ട് ഇനിയും ആരും എന്നെ കണ്ണു കണ്ടുകൂടാത്തവളെന്ന് പറയരുത്. എൻ്റെ കണ്ണിൽ ഒരു കുഴപ്പമില്ല. ആമേൻ. കർത്താവ് പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഈ ഒരുപാട് കല്യാണാലോചനകൾ വന്നിട്ടും ഒന്നും നടക്കാതെ ജാതക ദോഷത്താൽ എന്താണ് പറയുക, ജാതക ദോഷം ഉണ്ടെന്ന് പറഞ്ഞ് കല്യാണം നടക്കാതിരിക്കുന്ന ഒത്തിരി പേരെ കർത്താവ് കാണിച്ചിരുന്നുണ്ട്. നമുക്ക് ജാതകമൊന്നുമില്ല. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ജാതിയും മതവും ജാതകവും ഒന്നുമില്ല. പിന്നെ ജാതകം നോക്കുന്ന ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആമേൻ. അവർക്ക് ദൈവം കർത്താവായ യേശു ഒരു നല്ല വിവാഹ ബന്ധം നൽകി അനുഗ്രഹിക്കുന്നു. ഇനി വേറൊരു കാര്യം പറയാം. ആമേൻ. ഇപ്പോഴത്തെ കല്യാണം ഒക്കെ കണക്കാം. അതുകൊണ്ട് ഇനി ഞങ്ങളെ കെട്ടിച്ച് കെണിയിലാക്കാൻ പോവുകയാണ് എന്ന് നിങ്ങളാരും ചിന്തിക്കരുത്. ദൈവം കൊടുക്കുന്നത് ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്നു. ആ വ്യക്തികൾ ആ ഭാര്യയ്ക്കും ഭർത്താവിനെ കൊണ്ടോ ഭർത്താവിന് ഭാര്യയെ കൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മക്കളെ കൊണ്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ സുഖമായി ജീവിക്കും. എന്നാൽ ദൈവം കൊടുക്കാത്തത് ജീവിതത്തിൽ നിലനിൽക്കത്തില്ല. ആമേൻ. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് കല്യാണമായി വരുവാണോ എന്ന് ആരും പറയരുത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, യഹോവ അബ്രാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക, സുവിശേഷ വേല ചെയ്യണമെന്ന്. ലോകം മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്, ലോകക്കാരോട് സുവിശേഷം പറയണമെന്ന്. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പുറപ്പെട്ടോ, കർത്താവ് നിങ്ങളെ അയക്കാൻ തയ്യാറാണ്. ആമേൻ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു, അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. ആമേൻ. കർത്താവിനെ കോപിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കർത്താവായ യേശു പ്രതികാരത്തിന്റെ ദൈവമെന്ന് ബൈബിളിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം തമ്പുരാനെ എന്ത് തോന്നിവാസവും പറഞ്ഞു കളയാമെന്നും പള്ളിയിൽ പോകുന്നവരെ എന്ത് വായി തോന്നിയതും പറഞ്ഞു കളയാമെന്നും ബൈബിളിനെ എങ്ങനെ വേണേലും ദുഷിക്കാമെന്നും വിചാരിക്കരുത്. അടി വരുന്ന വഴിയറിയില്ല. ആമേൻ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കൊള്ളുക. കർത്താവിനെ കൊണ്ട് വടിയെടുപ്പിക്കാതിരിക്കുക. ഇത്രേ പറയാനുള്ള. ആമേൻ. 104-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. ആമേൻ. എപ്പോഴും ഈ അന്യഭാഷ കിട്ടിയിട്ടുള്ളവർ, അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഷയാണ്. അന്യഭാഷ കിട്ടിയിട്ടുള്ളവർ ആ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുക. ആമേൻ. ചർച്ചിൽ പോകുന്നവർ എന്താണ് പറയുക, പാസ്റ്റർ വരുമ്പം പോകാൻ വേണ്ടി പോകരുത്. അതായത് ദൂത് കേൾക്കാൻ വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ചർച്ചിൽ പോകരുത്. പകരം അവിടെ ആരാധനയിൽ പങ്കെടുക്കുക. ആമേൻ. കാരണം കർത്താവിനെ പാടി സ്തുതിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറും. കർത്താവിനെ അന്യഭാഷയിൽ സ്തുതിക്കുന്നത്, അതാ അന്യഭാഷ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഭാഷയാണ്. ആ ഭാഷ കർത്താവിന് മാത്രമേ മനസ്സിലാവൂ. ലോകത്തെ ഒരു മനുഷ്യനും പിശാചിനും മനസ്സിലാവത്തില്ല.
അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ എന്താ, അതിന് ഏറ്റവും വലിയ നന്മ നമുക്ക് ലഭിക്കും. ആമേൻ. അതിനു പകരം ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് മുടക്കി കോളത്തും ശംഖുമുഖത്തും പോകാതിരിക്കുക. ഇങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. ആരാധനയ്ക്ക് പോകേണ്ട ദിവസം ബീച്ചിൽ ചെന്നിരിക്കും. അവിടെ ചെന്നിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? വല്ലതും കിട്ടാനുണ്ടോ? എന്നാൽ ചർച്ചിനകത്ത് പോയിരുന്ന് ദൈവവചനം കേട്ടാൽ, കർത്താവിനെ പാടി സ്തുതിച്ചാൽ അത് നമ്മുടെ തലമുറകൾക്ക് പോലും 1000 തലമുറ വരെ ദൈവം അത് അനുഗ്രഹിക്കപ്പെടുന്നതിന് കാരണമായി തീരും. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.